ഹായ് ഗായ്സ്, വെൽക്കം ടു അഞ്ജനി ആൻഡ് വ്ലോഗ്സ്. അപ്പൊ ഇന്നിവിടെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഞങ്ങൾക്ക് ഇവിടെ ലോണ്ട്രി അവൈലബിൾ ആണ്. 24/7 ഒരു ലോണ്ട്രി ഉണ്ട്. അപ്പൊ ലോണ്ട്രി പോവാന്ന് വിചാരിച്ചു. ഇന്നലെ ഓഫായിരുന്നു, പക്ഷെ ഓവർ ടൈമിന് പോയി. അപ്പൊ ഓവർ ടൈമിനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിഫോംസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ യൂണിഫോം കൊടുക്കാനായിട്ട് ഇപ്പൊ ലോണ്ട്രിയിലേക്ക് പോവാണ്. ഞാനപ്പോ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഹസ്ബൻഡ് ഡോറ് ക്ലോസ് ചെയ്ത് വരാന്ന് പറഞ്ഞു. നേരെ കാത്ത് നിൽക്കുവാണ്. ഏട്ടാ വാ പോവാ. അപ്പോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ലോണ്ട്രി കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റു, മേലൊക്കെ ഒന്ന് കഴുകി, തലയൊന്നും കുളിച്ചില്ല. ഈ പെടലി വേദന ഇങ്ങനെ നീരിറങ്ങുന്നത് കൊണ്ട് തലയൊന്നും നനച്ചിട്ടില്ല. അപ്പോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് മെട്രോ ലിങ്ക് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഇതാണ് എൻട്രൻസ് ഭാഗം. പിന്നെ ഇത് റോഡാണ്. അപ്പോൾ ഇവിടുന്ന് ഈ സൈഡിലായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് മെട്രോ ലിങ്ക് ബസ്സുണ്ട്. ബസ് വരും. അപ്പോൾ ഇവിടുത്തെ ഖത്തറിലെ മെട്രോ ലിങ്ക് ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയാ, നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് മെട്രോയിലേക്കുള്ള കണക്ടിവിറ്റിയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ മെട്രോ ലിങ്ക് ബസ്സിന് ഒരു കാർഡുണ്ട്. ആ കാർഡ് മെട്രോയ്ക്ക് യൂസ് ചെയ്യാനുള്ള കാർഡ് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് മെട്രോ ലിങ്ക് ബസ് യൂസ് ചെയ്യാം. പക്ഷെ അതിന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും കട്ടാവില്ല. ജസ്റ്റ് അത് ടാപ്പ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് കാർവാന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു QR കോഡ് ഉണ്ട്. അതായാലും വെച്ചിട്ട് കയറാവുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ലോണ്ട്രി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ ബസ് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത്, എന്താണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 10 minutes 5 minutes ഒക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഓരോ ബസ്സുകൾ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെട്രോ ലിങ്കിന്റെ ബസ് സ്റ്റോപ്പ്. എല്ലാ മെട്രോ ലിങ്ക് ബസ് സ്റ്റോപ്സിലും ഇങ്ങനെ ഒരു ഇതൊന്ന് പിടിച്ചേട്ടാ. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രോ ലിങ്കിന്റെ ഒരു ഇത് സ്റ്റോപ്പ് പോലെ കാണും. ഇവിടെ മെട്രോ ലിങ്ക് ബസ് നിർത്തും. പിന്നെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിംഗ്. യെല്ലോ കളറിലെ യെല്ലോ ആൻഡ് ഓറഞ്ച് പെയിന്റ് അടിച്ച വീടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് ഇവിടുത്തെ ഞങ്ങളുടെ മെയിൻ റോഡാണ്. മത്തർക്കദീം ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബസ് വന്നിട്ട് ബസ്സിൽ കയറുന്നതും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹായ് ഗായ്സ്, അപ്പോ മെട്രോ ലിങ്ക് ബസ് ഇതാണ്. അപ്പോ ഇങ്ങനെ ബസ് വരുമ്പോഴത്തേക്കും നമ്മള് ഇങ്ങനെ അവര് ഡോർ ഓപ്പൺ ആക്കും. അപ്പോ ഇതാണ് മെട്രോയ്ക്ക് യൂസ് ചെയ്യുന്ന ഇവിടുത്തെ കാർഡ്. അപ്പൊ ഈ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ഇവിടെ കയറുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അതിൽ നമ്മള് കാർഡ് വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്യണം. അങ്ങനെ ഞങ്ങള് സീറ്റ് ഇതാണ് ബസ്സിന്റെ ഉള്ളിലെ സ്പേസ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇരുന്നു. ഇനി ഞാൻ ഇറങ്ങാൻ നേരത്ത് നമ്മൾ എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇതുപോലൊരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഇവിടെ. അപ്പൊ ആ സ്റ്റോപ്പ് ബട്ടണിൽ നിൽക്കുക. അപ്പൊ ഒരു ബസ് നിർത്തിത്തരും. സ്റ്റോപ്പ് ആണെങ്കിൽ മാത്രമേ നിർത്തുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പുറത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നാണ്. ഇവിടുത്തെ ജേർണി കണ്ടോ. അപ്പൊ അടുത്ത സ്റ്റോപ്പെത്തി. അടുത്ത സ്റ്റോപ്പിലെ ആള് കയറുവാണ്. അടുത്ത സ്റ്റോപ്പില് ആള് കയറി. അയാളും ടാപ്പ് ചെയ്തു. കണ്ടോ, അയാളും ടാപ്പ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ഇവിടുത്തെ ബസ്സിന്റെ മെട്രോ ലിങ്ക് ബസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ആ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കാർഡിന് ക്യാഷ് ഒന്നും അധികം കട്ടാവുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നൊരു മെട്രോ ലിങ്ക് ബസ് വേറെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കും നമുക്ക് സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എപ്പോഴും മെട്രോ സ്റ്റേഷൻ ആയിരിക്കും. അപ്പോൾ ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻസ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കട്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു ഓൾമോസ്റ്റ് 5 to 6 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും സ്റ്റോപ്പ് നമുക്ക് ഈ ബസ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ എല്ലാവരും ട്രാവലിംഗ് ആക്ച്വലി ഇവിടെ ഖത്തറിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഈവനിങ് ടൈമാണ് കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് കുറച്ച് റഷ് കാണും. എന്നാലും അങ്ങനെ ഭയങ്കര റഷുള്ള ടൈംസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പുറത്തെ കാഴ്ചകളും ബസ്സിനുള്ളിലെ. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 minute കൂടുമ്പോൾ എല്ലായിടത്തും സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ
കണ്ടോ സൂര്യൻ നല്ലോണം ഉദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ്. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്കും ആളുകൾ ഇറങ്ങുവാണ്. അപ്പൊ നമുക്ക് ഈ സർവീസ് അത്യാവശ്യം ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും വണ്ടി ഉള്ളവർക്കാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നടക്കാനൊക്കെ പോകണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതാക്കണമെങ്കിലും ഒക്കെ ഈ സർവീസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതുപോലെ ഇത് ഇവിടുത്തെ മത്തർക്കഥയും സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റിൽ ഒത്തിരി ഷോപ്സ് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്സ് ആണ്. പക്ഷെ ഇതാണ് നമ്മുടെ മത്തർക്കഥയും സ്ട്രീറ്റ്, മെയിൻ സ്ട്രീറ്റ് ആണ്. ഇവിടെ കുറച്ച് റഷ് കൂടുതലാണ്, കാരണം ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഏകദേശം ഒരേ കളറുകളാണ്. വളരെ അപൂർവമായിട്ടാണ് നമുക്ക് വേറെ കളേഴ്സ് കാണുള്ളൂ. എല്ലാ ബിൽഡിങ്സിനും ഏകദേശം ഈ ഷെയ്ഡ് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അടുത്ത സ്ട്രീറ്റിലേക്ക് വണ്ടി തിരിഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ഇനി ഞാൻ ഇറങ്ങാൻ നേരത്തെ കാണിച്ചു തരാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങള് ഈ സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങളുടെ ലോണ്ടറി കൊടുക്കാനുള്ള സ്ഥലത്തേക്ക് ഒരു 2 minutes വാക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ലോണ്ടറി ഒക്കെ കൊടുത്തിട്ട് നമുക്കിനി ബാക്കി എന്താ, ഇന്നും അങ്ങനെ സെപ്പറേറ്റ് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാനിങ്ങനെ ലോണ്ടറി എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ നടന്നു പോവാണ്. ഇതിവിടുത്തെ മെയിൻ ഹൈവേ റോഡാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ക്രോസ് ചെയ്ത് പിന്നെ ഒരു 1 minute കൂടെ വേപ്പുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പം അങ്ങനെയൊന്നും ഒരു സ്റ്റോപ്പൊന്നും ചെയ്തു തരത്തില്ല, പക്ഷെ നമ്മളിങ്ങനെ ഓടിക്കിടക്കും. അതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ലോണ്ടറിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിതയ്ക്കുന്നുണ്ട് നല്ലോണം. വണ്ണം കൂടിയിട്ടാണോ എന്നറിയില്ല, കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണതോ അല്ലേ, ആ കാണുന്നതാണ് എൻ്റെ ലോണ്ടറി. അപ്പോൾ നമ്മൾ ആ ലോണ്ടറിയിൽ എത്തിയിട്ട് ബാക്കി കാണാം. കണ്ടോ, ഞങ്ങളപ്പോൾ ഞാൻ നടന്ന് ഈവനിങ് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണേ. വലിയ ക്രൗഡഡ് ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ നടന്ന് അൽറൈസ് ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾക്ക് ഖത്തർ എയർവേസിന് അവർ ലോണ്ടറി സർവീസസ് തന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് ഞങ്ങളുടെ യൂണിഫോംസ് എല്ലാം കൊടുക്കാറ്. യൂണിഫോംസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ പേഴ്സണൽ ക്ലോത്ത്സും കൊടുക്കാം. അതിന് സെപ്പറേറ്റ് ചാർജസ് ആണെന്ന് മാത്രം. പിന്നെ ഇവരുടെ സർവീസസും ഒക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ ഞാൻ ലോണ്ടറി എത്തി. ഇവിടുത്തെ ഈ ഓൾഡ് എയർപോർട്ടിലുള്ള മത്തർക്കഥയും സ്ട്രീറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഓൾഡ് എയർപോർട്ട് റൂട്ടിൽ ഈ ബ്രാഞ്ചിലാണ് കുറച്ച് എന്താ പറയുക 24 hours ഇത് കണ്ടോ, ഈ ബ്രാഞ്ചാണ് അൽറൈസ് ഡ്രൈ ക്ലീനിങ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഞ്ചിലാണ്. ഇവിടെ തന്നെ ഒരു കാർ സർവീസസോ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ഇവിടെയാണ് 24 hours സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെയാണ് വരാറ്. ഞാൻ കമ്പനി അക്കോമഡേഷനിൽ നിന്ന് മൂവ് ഔട്ടായിട്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കമ്പനി അക്കോമഡേഷനിൽ കുറച്ച് ടൈമിങ്സ് ഉണ്ട്. ഈവനിങ് 3 to 8 ഉള്ളൂ. ഇവിടെ 24/7 അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാണ് കൊടുക്കാറ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഇവരുടെ ഇങ്ങനെ നമ്മൾക്ക് ഇവിടെ കൊടുക്കാം, ഡ്രസ്സുകളൊക്കെ കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഇനി എൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ പ്രൈസ് ലിസ്റ്റ്. ഇവരുടെ ഡ്രൈ ക്ലീനിങ്ങിനുള്ള പ്രൈസ് ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇവരുടെ ചാർജസ് ഒക്കെ കാണാം. അത് കൂടാതെ ഇവരുടെ സർവീസുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഇവർ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സർവീസുകൾ എന്ന് ഇവർ കാണിക്കുന്നുണ്ട്. അവരുടെ ക്ലീനിങ്ങും വാഷിങ്ങും പ്രസ്സിങ്ങും അയോണിങ്ങും
പിന്നെ അത് അവർ സോർട്ട് ചെയ്യുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൽറൈസ് ലോണ്ട്രിയുടെ സർവീസസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ ഇവിടെ 3 ഇത് വെച്ചിട്ട് സ്ക്രീൻസ് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻസിലാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവരുടെ സർവീസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം എൻ്റെ ഹസ്ബൻഡ് പാവം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരാൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ വാഷിംഗ്, ഡ്രൈ ക്ലീനിങ്, ഇൻസ്റ്റൻറ്റ് പ്രസിംഗ് സർവീസ്, ഹോം ഡെലിവറി, ഇൻസ്റ്റൻറ്റ് ലോണ്ട്രി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കംപ്ലയിൻറ്റ്സ് ആൻഡ് കൺസേൺസിന് വേണ്ടി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും കാര്യങ്ങളും അതും എല്ലാം ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് സ്ക്രീനിൽ പകർത്തി നിങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആൽറൈസ് ലോണ്ട്രിയുടെ ഫ്രണ്ടിലെ സ്പേസും കാര്യങ്ങളും ഇവിടെയാണ്. ഇവർക്ക് 3 കൗണ്ടറാണ് ഇവിടെ ഫ്രണ്ടിലുള്ളത്. അങ്ങനെ സ്റ്റാഫും അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ആൽറൈസ് ലോണ്ട്രിയിലാണ് നമ്മൾ നമ്മുടെ ഡ്രസ്സ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ യൂണിഫോം എല്ലാം കൊടുത്തു. അവരിങ്ങനത്തെ ഒരു കവറിൽ, ഒരു പോളിത്തീൻ കവറിലാക്കി അങ്ങനെ അവർ നമുക്ക് ബില്ലും റെസിപ്റ്റും ഒക്കെ തന്നു. ഇനി തിരിച്ചു വരുമ്പോൾ ഇത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ലോണ്ട്രിയിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിനി ലോണ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഉണ്ട് ഇവർക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. ഫുള്ള് ഇതാണ് ഖത്തറിലെ ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങളിനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരുകയാണ്.